പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഈ പെൻസിൽ പാൻറ്റ്, പോക്കറ്റ് പാൻറ്റ്, അല്ലാതെ സാധാരണ ഇലാസ്റ്റിക് വെച്ച ബോട്ടം, ഇങ്ങനത്തെ ഒക്കെ ഇതിനിപ്പം വളരെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പോക്കറ്റ് ഇടുക. കാരണം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയുള്ള പോക്കറ്റ്. ഇപ്പം നമ്മൾ ലേഡീസ് ഉപയോഗിക്കുന്ന എല്ലാ പാൻറ്റിനും ഇപ്പം നമ്മൾ മാർക്കറ്റിൽ വിറ്റിരിക്കുന്നതിന് പോക്കറ്റുണ്ട്. അപ്പം നമുക്ക് തയ്ക്കാൻ കിട്ടുന്നതും പോക്കറ്റ് വെച്ച് പാൻറ്റ് തയ്ക്കാൻ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പാൻസിൻ്റെ ഒരു ഫ്രണ്ട് പീസ് വെട്ടിയിട്ട് ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നിടം വരെ രണ്ട് ഭാഗത്തെ ഒരു ഐഡിയ ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു കട്ടിങ്ങിലേക്ക് പോകാം. അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പോക്കറ്റ് ഇടുന്നതിലേക്ക് തന്നെ അങ്ങ് പോയല്ലോ. പോക്കറ്റ് ഇടുക. അപ്പോൾ ആദ്യം നമുക്ക് വേണേൽ ഫ്രണ്ട് പീസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ നമ്മുടെ പെൻസിൽ പാൻറ്റ്, പോക്കറ്റ് പാൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിന് സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ പോക്കറ്റ് ഇടുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് സ്ലിറ്റ് ഉൾപ്പെടെ നമുക്ക് 3.5 ഇഞ്ച് മതി കേട്ടോ. 3.5 ഇഞ്ച്, അതായത് 2 ഇഞ്ച് സ്ലിറ്റും 1 ഇഞ്ച് പടി മടക്കാനാണ്. അപ്പോൾ 3.5 ഇഞ്ച് നമ്മൾ തള്ളി. അത് ലെങ്ത് എന്ന് പറഞ്ഞ് 32 വരുന്ന ഒരു ആംഗിൾ ലെന്താണ് കേട്ടോ. 32 ഹൈറ്റ് കുറഞ്ഞവരാണ്. 32 നമ്മൾ കട്ട് ചെയ്തെടുത്തു. 33 ലെങ്ത്. നമ്മൾ 9 ഞാൻ കൊടുത്തു. മുട്ടിൻ്റെ 9 കൊടുത്തു, 19 കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു വരയ്ക്കുവാണ്. ബോട്ടം നമുക്ക് 12 ഇഞ്ചാണ്. ഒരു സ്കെയിലും കൂടി ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നു. ബോട്ടം 12 ഇഞ്ചാണ്. വരച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് കൊടുത്തു. ബോട്ടം 12 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ 3 ഇഞ്ച് സെൻറ്റർ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോക്കിക്കോണം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ സൈഡിൽ നിന്ന് 3 ഇഞ്ച് കൊടുത്തു. പിന്നെ ബോട്ടം നമ്മൾ 12 ഇഞ്ച് കൊടുത്തു. ഇവിടെ 12 ഇഞ്ച് കൊടുത്തു. അതിൻ്റെ സെൻറ്ററിൽ 3 ഇഞ്ച് കൊടുത്തു. ഇതിൻ്റെ സെൻറ്റർ 3 ഈ 3 നമ്മൾ ഇങ്ങനെ അളക്കുമ്പം 5.5 ഇഞ്ചുണ്ട്. ഈ 5.5 ഇഞ്ച് ഇവിടെയും കൊടുക്കണം. ഈ 5.5 ഇഞ്ചാണ് ഇതിൻ്റെ സെൻറ്റർ പാൻസിൻ്റെ സെൻറ്റർ. മുട്ടിന് നമ്മൾ കൊടുക്കുന്ന ലൂസ് 16. അപ്പോൾ 8 വിട്ടും 16 ഇങ്ങനെ 8 വിട്ടും 16. ഈ 8 എന്ന് വേണം നമ്മൾ ഈ ബോട്ടത്തിലോട്ട് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ബോട്ടത്തിലോട്ട് ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കും. അപ്പം ബോട്ടം വരെയുള്ള ഏകദേശം മാർക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതായത് ഈ സെൻറ്റർ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് വപ്പാതി ഇട്ടാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, മുട്ടിൻ്റെ ലൂസ് 16 ഇഞ്ചിൽ പകുതി 8 ഇഞ്ച് കൊടുക്കുന്നത്. നമുക്ക് അരവണ്ണം 30. പോക്കറ്റിന് നമ്മൾ കൊടുക്കുന്നത് 1.25 ഇഞ്ച് ആക്കും. പിന്നെ 5.25 30 ഇഞ്ച് വേസ്റ്റ്. അതിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. 7.5 1.5 ഇഞ്ച് ഒരു ഫ്ലീറ്റ് കൊടുക്കണം. ഒരു ഫ്ലീറ്റും കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് 1.25 കൊടുക്കണം. 1.25 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര തീർന്ന് കിട്ടണം? 24 തീർന്ന് കിട്ടണം. കാരണം 20 ഇഞ്ച് കാൽവണ്ണം ഉള്ള ഒരാളാണ്. എന്നിട്ട് ഈ ഷേപ്പ് സ്കെയിലിന് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതേ ഷേപ്പ് സ്കെയില് ഇങ്ങനെ വരയ്ക്കും. ഇതാണ് നമ്മുടെ സിഗരറ്റ് പാൻറ്റ്, അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ഒരു ഫ്രണ്ട് പീസ് കട്ടിങ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് ഈ ഫ്രണ്ട് പീസ് വെട്ടി കാണിക്കുകയും അതിലുപരി നിങ്ങൾക്ക് പോക്കറ്റ് ഇടുന്നത് എങ്ങനെയാണോ അതും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോക്കറ്റ് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് തരാം.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഓക്കെ ആയിരിക്കുകയാണ്. കണ്ടല്ലോ ഫ്രണ്ട് പീസ് എങ്ങനെയാണ്. ബോട്ടത്തിൻ്റെ അളവ് ആ 3.5 ഇഞ്ച് കണ്ടു. മുട്ടിൻ്റെ ലൂസ് നമ്മൾ 16 ഇഞ്ചിൻ്റെ കണ്ടു. ഇനി നമുക്ക് തൊട ലൂസ് നമുക്ക് 24 ഇഞ്ച് തീർന്ന് കിട്ടുന്ന അതിൻ്റെ പകുതി എടുത്തു. 30 ഇഞ്ച് നമുക്ക് അരവണ്ണം അതിൻ്റെ 4-1 മാർക്ക് ചെയ്തു. ഒരു ഫ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ പോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മേളിൽ നിന്ന് 1.25 ഇഞ്ച്, ഇത് 5, 5.25. അതിൽ ഒട്ടും ഇല്ല. ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊളന്ന് പോകും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് വെക്കുന്ന പീസ് കട്ട് ചെയ്യണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. പോക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ മടക്കിയിടാം. ഇത് മടക്കിയിട്ടിട്ട് പോക്കറ്റ് നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് 30 ഇഞ്ച് അരവണ്ണമാണ് 6 ഇഞ്ച് തീർന്ന് കിട്ടണം. അതിന് നമ്മൾ എത്ര ഇഞ്ചാണ്? 12 ഇഞ്ചാണ് നമുക്ക് തീർന്ന് കിട്ടേണ്ട അളവ്. താഴത്തെ സഞ്ചിയുടെ അളവ്. ആദ്യം സ്ക്വയർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 5.5 കൊടുത്തിരിക്കുന്നത് അറിയാമല്ലോ. ഓപ്പൺ 1.25 തള്ളി 5.5 എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് 7 ഇഞ്ച് കൊടുക്കാം. 7 ഇഞ്ച് ഇങ്ങനൊരു വരെ വരയ്ക്കണം നിങ്ങൾ ആദ്യം. ഇതുപോലെ പോക്കറ്റ് പീസ് കട്ട് ചെയ്യുമ്പോഴുള്ളൊരളവാണ് ഇവിടെ 7 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വേണം പോക്കറ്റിൻ്റെ ഷേപ്പ് പോകാൻ. പോക്കറ്റിൻ്റെ ഷേപ്പ് പോകുന്ന കണ്ടോ? ഇങ്ങോട്ട് നോക്കി കണ്ടോ? പോക്കറ്റിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത് കണ്ടോ? ഇങ്ങനെ വേണം പോക്കറ്റിൻ്റെ ഷേപ്പ് പോകാൻ. കണ്ടോ? നമുക്കത് വെട്ടിയെടുത്തിട്ട് നമുക്ക് പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. വീതി നമുക്ക് 6 ഇഞ്ച് മതി കേട്ടോ. ഇതാണ് ലേഡീസ് പാൻറ്റിൻ്റെ എന്താണ് പോക്കറ്റിങ്ങിൻ്റെ ഷേപ്പ്. കണ്ടോ? മനസ്സിലായല്ലോ പോക്കറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ ഈ ഭാഗം ഫ്രണ്ട് പീസ് കണ്ടല്ലോ ഇവിടെ. ഈ ഫ്രണ്ട് പീസ് നമ്മളെപ്പം മാർക്ക് ചെയ്യുമ്പോഴും ഇവിടെ 1 ഇഞ്ച് കൊടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ 1 സൈഡ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും കണ്ടല്ലോ ഇങ്ങനെ 1 ഇഞ്ചും കൊടുക്കണം. നമ്മൾ ഈ സൈഡിലൊരു മാർക്ക് ചെയ്യണം. കാരണം പോക്കറ്റ് ഇടുമ്പം ഈ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകല, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഇഞ്ച് നല്ല വശം. ഏത് ഈ സൈഡാണ് നമുക്ക് ബാക്ക് പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ട നല്ല വശം. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മളിത് 2 സൈഡും നമ്മൾ ഇത് ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ഇൻറ്റു മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീസ് അങ്ങ് എടുക്കുന്നു. ഒരു പീസ് എടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ ഒരു 1.25 മാർക്ക് ചെയ്യണം, 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ ഞാനൊരു ഉദ്ദേശത്തിൽ ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ സൈഡാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ സൈഡ് നമ്മൾ 1.25 ചെയ്തു, 5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തു. 5 ഇഞ്ചൊക്കെ എനിക്ക് ഒരു കാണാപ്പാടം ആയതുകൊണ്ടാണ് ഞാൻ ടേപ്പ് ഇല്ലാതെ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പീസ്, അതായത് പോക്കറ്റ് പീസ് താഴെ വെക്കണം. പോക്കറ്റ് പീസ് താഴെ വെച്ചിട്ട് ഈ മാർക്ക് ചെയ്ത് ഫ്രണ്ട് പീസ് മേളിൽ വെക്കണം. കാണുന്നുണ്ടോ? പോക്കറ്റ് പീസ് താഴെ വെച്ചിട്ട് മാർക്ക് ചെയ്ത പീസ് ഫ്രണ്ടിൽ വെക്കണം ഇങ്ങനെ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. കണ്ടോ? ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടോണം. 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിടത്തോടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. കണ്ടോ? ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ
ഈ കത്രികയുടെ മുന കൊണ്ട് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെയും ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വെട്ടിവിടണം. മനസ്സിലാവുന്നുണ്ടോ? ഈ 5 ഇഞ്ച് നമ്മൾ തയ്ച്ച് വെച്ചെടുത്ത് നമ്മളിത് കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടിവിടുന്നു. ഇതുവഴി ഭാഗം ക്രോസ് ആയിട്ട് വെട്ടിവിടുന്ന കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ തിരിക്കും. അപ്പോൾ ഈ ഇൻഡു മാർക്കിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തണം. ഇൻഡു മാർക്ക് നമ്മൾ ഇട്ട സൈഡിലാണ് നമ്മളിത് ഇങ്ങനെ തിരിക്കണം. ഇതുണ്ട് ഈ ഭാഗം നമ്മൾ ആ വെട്ടിയിടം ഇങ്ങനെ തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുണ്ട് ഇങ്ങനെ. ഇപ്പോൾ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ട്? ഈ സൈഡ് ഇപ്പോൾ വെട്ടിയുടെ എങ്ങനെ ഇരിക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കും. 4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കും. കാണുന്നുണ്ടോ? 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച്. എന്നിട്ട് ഈ പീസ് പ്രത്യേകം നോക്കണം. ഇതിങ്ങനെ എടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഈ പീസ് നമ്മൾ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ അകത്തോട്ട് പിടിക്കണം. ഈ ബാലൻസ് കിടക്കുന്ന പീസ് ഇങ്ങനെ അകത്തോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഈ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങനെ അടിക്കണം. മനസ്സിലാ? ഇതിൽ നൂല് പോരില്ല. ഓയിൽ തങ്ങിയിട്ടുണ്ടോന്നും അത് കിട്ടുന്നില്ല. കോർത്തിട്ടുണ്ട്. നമ്മൾ ഇതുണ്ട് ഈ സൈഡ് ഇവിടെ ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ വെട്ടിവിടണം. എന്നിട്ട് നമ്മൾ ഇവിടം ഈ സൈഡ് ഇങ്ങനെ വെട്ടിവിട്ടിട്ട് വേണം നമ്മൾ ഇവിടം ഇങ്ങനെ തിരിക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ച് ഒരു 4 ഇഞ്ച് വീതിയിൽ കയറ്റിയടിക്കണം. എഡ്ജിനടിക്കല്ലേ. അതായത് നമ്മുടെ ഈ അകത്തിട്ട തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് വീഴണം. അപ്പം നമ്മൾ കഴുകിയാലും ഈ പോക്കറ്റിന് നല്ലൊരു സേഫ്റ്റി ആയിരിക്കും. പോക്കറ്റിൻ്റെ ടോപ്പ് സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇങ്ങനെ. അപ്പം ഈ തുമ്പ് ഇവിടെ അടിച്ച് ഈ അകത്തോട്ട് വെച്ച് ഈ തുമ്പ് മറിഞ്ഞ് കിടക്കും. ഒരു കാരണവശാലും നമ്മൾ കഴുകുമ്പോൾ പോകത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുണ്ട്. ഞാൻ ഒന്നും കൂടെ ഈ ഫ്രണ്ടിൽ നിന്നും കാണിച്ചു തരാം. നോക്കിയ പോക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഇടുന്നു. ഇത് വെച്ചിട്ട് സെൻറ്റർ ക്ലിയർ ചെയ്തിട്ട് ഒരു ഫ്ലീറ്റ് കെട്ടി നിർത്തുന്നു. ഇവിടെ പോക്കറ്റിങ്ങോട്ട് നോക്കി കറക്റ്റ് പോക്കറ്റ് വീണില്ലേ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കളർ തുണിയിൽ ബാഗ് പീസ് ജോയിൻ ചെയ്യുന്ന കാണിച്ചു തരാം. നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇത് ആ നീല തുണി ബാഗ് പീസായിട്ട് സങ്കല്പിക്കുക.
കാണുന്നുണ്ടോ? നോക്കി പോക്കറ്റ് എങ്ങനെയാണ്, ഇത് ബാഗ് പീസായിട്ട് സങ്കല്പിച്ച് നോക്കി എത്രത്തോളം ഭംഗിയായെന്ന്. പോക്കറ്റ് കണ്ടോ, പോക്കറ്റ് കൈ കിടക്കുന്നുണ്ടോ? ഇവിടെ നോക്കി എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് നിൽക്കുന്ന പോക്കറ്റ് പീസ്. പ്ലേറ്റ് നമ്മളിട്ടു, പോക്കറ്റ് വിട്ടു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോക്കറ്റ് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കുക. ഓക്കേ.